ഷൈൻ ചേച്ചി എന്തോരം സിനിമകൾ കൂടുതൽ അഭിനയിക്കുകയാണോ ചെയ്തേക്കുന്നത്, AD ആയിട്ട് വർക്ക് ചെയ്യുകയാണോ ചെയ്തിട്ടുള്ളത്? അഭിനയിക്കായിരുന്നു. AD ആയിട്ടൊരു 10-12 സിനിമ അത്രേ ഉണ്ടാവുള്ളൂ. 87 സിനിമയിൽ അഭിനയിച്ചു. 87ാമത്തെ പടമാണ് വിശേഷം. ഓ, അപ്പൊ 87ാമത്തെ പടം ഹൗ വാസ് ഇറ്റ് ഡിഫറെന്റ്? എങ്ങനെയാണ് ഇത് വ്യത്യസ്തം എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആദ്യമായിട്ടാണ് എനിക്ക് എന്നെ ഒരു ഡയറക്ടർ നേരിട്ട് വിളിച്ചിട്ട് കഥ പറയുന്നതും ഷൈൻ ചേച്ചി ഈ പടത്തിൽ അഭിനയിക്കണം, എനിക്ക് എൻ്റെ വലിയൊരു ആഗ്രഹമാണതെന്ന്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ആ സമയത്ത് പടങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മനസ്സ് വിഷമിച്ച് കുറച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സൂരജിൻ്റെ വിളി വരുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എന്നോട് കഥ മുഴുവൻ പറഞ്ഞു തന്നു, എന്നിട്ട് എൻ്റെ ക്യാരക്ടർ ഇതാണെന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അഭിനയിക്കാൻ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര എല്ലാവരും ഇപ്പം ഞാൻ ബൈജു ചേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ഞുകൃഷ്ണ മാഷ മാത്രമേ എനിക്ക് ആനന്ദിനെയും അറിയില്ല. സൂരജിന് പിന്നെ ഫോണിൽ കൂടെ പരിചയമുണ്ട്. ചിന്നു എൻ്റെ മരുമകളായിട്ട് ഭീമൻ്റെ വഴിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ പേരൊക്കെ എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഒരു കുടുംബം പോലെ ഭയങ്കര അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് വേറൊരു സെറ്റിലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. ഞാൻ സാധാരണ എൻ്റെ സീൻ കഴിഞ്ഞാൽ അവിടെ മാറിപ്പോയിരിക്കും, അടുത്ത സീൻ റെഡിയായി ചേച്ചി വാ എന്ന് പറഞ്ഞ അസിസ്റ്റൻസ് ആരെങ്കിലും വിളിക്കുമ്പോൾ വരും. അങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഒരുമിച്ച് എല്ലാ കാര്യത്തിലും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശ്രദ്ധ, അത് തന്നെ. പ്രത്യേകിച്ച് സൂരജ് ഒരു ഡയറക്ടർ എന്നോട് ഇത്രയും അടുപ്പത്തോടുകൂടി സ്നേഹത്തോടുകൂടിയൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതൊക്കെ എനിക്ക് പുതുമയുള്ളൊരു അനുഭവമാണ്. അങ്ങനെ അധികം പേര് അങ്ങനെ ചെയ്തിട്ടില്ല. ഈ വിഷമം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ മറ്റേ ജൂൺ ഉണ്ടല്ലോ, ജൂണിലെ ആ സീൻ യൂട്യൂബിൽ ഇങ്ങനെ ചുമ്മാ റെഫറൻസ് പോലെ വന്നത്. ആകെ കുറച്ചല്ലേ അതിൻ്റെ അകത്തുള്ളൂ, സീനേ ഉള്ളൂ. പക്ഷെ ആ പുട്ടും കടല എന്നൊക്കെ പറയുന്നത് ഒന്നും നടക്കാൻ പോള്ള എന്നൊക്കെ പറയുന്ന സാധനം അത് കണ്ടിട്ട് ഞങ്ങൾ ഇരുന്ന് പറയായിരുന്നു ഈ ചേച്ചിനെ കുറേം കൂടെ സ്ക്രീനിൽ കാണുന്നെന്ന്. അത്രയും ഭംഗിയായിട്ട് ഭയങ്കര ഇനി അങ്ങനത്തെ റോൾസ് ഈ പറഞ്ഞ മാതിരി കുറെ കാണുന്നത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വിഷമം എന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെ എല്ലാ ഡയറക്ടേഴ്സും ഒന്ന് ശ്രദ്ധിക്കണം. ഡയറക്ടേഴ്സ് പ്ലീസ്. അതെ, ഞാനേ ശരിക്കും സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള മോഹം കൊണ്ടാണല്ലോ അസിസ്റ്റന്റ് ആയത്. പക്ഷേ അഭിനയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് എളുപ്പം. മറ്റേത് ഭയങ്കര ഏറ്റവും ബെസ്റ്റ് തീരുമാനമാണ്. ഞാൻ ഡയറക്റ്റ് ചെയ്തു, അത് ഒരു ഞാൻ 3 വർഷം മുമ്പായിരുന്നു. മറന്നുപോയതിനു ശേഷം ഇവരെന്നെ വിളിക്കുന്നത്. ജീവിതത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപദേശമാണ് അല്ലെ, നാശത്തിലേക്കാണ് നിന്റെ പോക്കുന്നത്. നമുക്ക് അഭിനയിക്കാം, അതാണ് നല്ലത്. അതെ, അപ്പൊ എനിക്കും അതിനോടാണ് യോജിപ്പ്. നല്ല നല്ല വേഷങ്ങൾ തരട്ടെ സൂരജിനെ പോലുള്ള ഡയറക്ടേഴ്സ്, എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. അതാണ് സത്യത്തിൽ ഇപ്പൊ എന്റെ ആഗ്രഹം. ഈ ADയുടെ പണി എന്ന് പറഞ്ഞാൽ നല്ല പണിയാണല്ലോ, നല്ല പണിയുള്ള പണിയാണ്. തീർച്ചയായിട്ടും. ഒരു AD ആയിട്ടിരുന്ന ഏറ്റവും കഷ്ടപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ എന്താ പറയാ? ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കഷ്ടപ്പെട്ട് ഒരു കുറേ ഇങ്ങനെ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പടം ചെയ്തത് വീരം എന്ന് പറഞ്ഞ ജയരാജ് സാറിൻ്റെ പടമാണ്. അതിൽ ഞങ്ങൾ 10 പേരായിരുന്നു അസിസ്റ്റൻസ്. അതൊരു വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. 360 ഡിഗ്രിയിൽ ക്രോമ ചെയ്തൊരു പടമാണ്. അതൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, കണ്ടിന്യൂറ്റി നോക്കലൊക്കെ, വാൾപ്പയറ്റും കോഴികൾ തമ്മിലുള്ള പോര്, അങ്ങനെയുള്ള കുറേ കോംപ്ലിക്കേറ്റഡ് സീൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റിയൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമായിരുന്നു. അത് ഒരു 45 ഡേയ്സോളം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു ട്രിവാൻഡ്രത്ത്. അതാണ്. പക്ഷേ ഏറ്റവും അധികം ഞങ്ങൾ എൻജോയ് ചെയ്തതും ആ പടമായിരിക്കും. ഞങ്ങൾ അസിസ്റ്റൻസ് രാത്രി 12 മണിക്കാണ് കിടക്കുക, രാവിലെ 4 മണിക്ക് എണീക്കണം. 5:30 മണിക്ക് സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ സാറ് ഞങ്ങളെക്കാളും മുമ്പ് റെഡി ആയിട്ട് അവിടെ തൊപ്പിയും സോട്ടും. ഞാനൊരു സംശയം ചോദിക്കട്ടെ, അതായത് നമ്മൾ ഈ ആക്ഷൻ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പോൾ ചോദിച്ചോണ്ട് പറഞ്ഞ അപ്പൊ കോഴികൾ തമ്മിൽ പോരെടുക്കുമ്പോൾ ഇതിന്റെ ആക്ഷൻ കണ്ടിന്യൂറ്റി എങ്ങനെ? സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ന് സത്യം പറഞ്ഞാല് ഞങ്ങളെക്കാളും നന്നായിട്ട് ആക്ഷൻ കണ്ടിന്യൂറ്റി നോക്കിയത് സാറ് തന്നെയായിരുന്നു. ജയരാജ് സാറാണ് ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ കണ്ടിന്യൂറ്റി നോക്കുന്ന ആള്. നമ്മൾ പറയണത് ചിലപ്പോൾ തെറ്റിപ്പോവും, സാറ് കൃത്യമായിട്ട് പറയും അങ്ങനെയല്ലല്ലോ, വാളിന്റെ പൊസിഷൻ അവിടെ ആയിരുന്നില്ലല്ലോ, ഇപ്പുറത്തായിരുന്നില്ലേ, നോക്ക് മോണിറ്റർ ഒന്നും കൂടി ചെക്ക് ചെയ്യേ എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞതായിരിക്കും കറക്റ്റ്. മനസ്സിലായില്ലേ? അത്രയും ഷാർപ്പായിരുന്നു സാറ് ആ കാര്യത്തിൽ. ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്ത പടവും കഷ്ടപ്പെട്ട പടവും വീരമാണ്, ആ സനയിലി. നൈസ്. ഓക്കെ.